ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ചിങ്ങം 1 ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. കേരളീയരുടെ ഓണം ഇങ്ങ് അടുക്കാറായി. അപ്പോൾ ഓണം സദ്യയിലെ പ്രധാന ഐറ്റമായ പരിപ്പ് കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഓണത്തിന് മാത്രമല്ല, എല്ലാ സദ്യയിലെ മെയിൻ ഐറ്റമാണ് പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കാനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചെറുപയറാണ്. അരക്കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, 1/4 കപ്പും കുറച്ചും കൂടെ തേങ്ങ ചിരകിയത്, അതോടൊപ്പം 1.5 മുറി വെളുത്തുള്ളി. എൻ്റെ വെളുത്തുള്ളി ഇവിടെ വലിയതാണ്, നിങ്ങളുടെ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. 2 തണ്ട് കറി ലീഫ്. ഇതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, നെയ്യ്, കടുക്, വറ്റൽമുളക് ഇതെല്ലാം ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ കുക്കിംഗ് ടൈമിൽ കാണിക്കുന്നതായിരിക്കും. പരിപ്പ് കറി ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പയർ ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ പരിപ്പ് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായി അഥവാ കൂട്ട് തയ്യാറാക്കാനായി നമുക്ക് ഈ തേങ്ങ, ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പയർ വറുത്തെടുക്കാം. പയർ വറക്കാനായി ഗ്യാസിലേക്ക് ഒരു കടായി വെക്കുക. കടായി ചൂടായതിന് ശേഷം നമുക്ക് പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിൻ്റെ പച്ചമണം മാറി ഒന്ന് ചൂടായി വരുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം. പയർ ഇവിടെ പച്ചമണമൊക്കെ മാറി നല്ല ചൂടായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഒരു പയറെടുത്ത് നമ്മൾ കടിച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റി വെക്കാം. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജസ്റ്റ് തൊലി ഒന്ന് പോയി ഇത് രണ്ടായി പിളർത്തിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു പരുവം. മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെയാണ് പൊട്ടിച്ചെടുക്കേണ്ടത്. ഒത്തിരി പൊടിഞ്ഞു പോകാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് ഈ പയർ നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇത് വേവിക്കാനായി ഇട്ട് കൊടുക്കാം. പയർ വേവിച്ചെടുക്കാനായി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം 2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 1/4 ടീസ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫിൽ ഒരു തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 1/2 മുറി പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് 4 വിസിൽ വരുന്നിടം വരെ നന്നായി വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കൂട്ട് അഥവാ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല, അപ്പോൾ നല്ല ഫൈനായി നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. എല്ലാം കൂടി നല്ല ഫൈനായി അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പയർ വിസിലെല്ലാം അടിച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. പയർ ഇവിടെ നല്ല കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. പയറെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ എല്ലാം കൂട്ട് അഥവാ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ അല്പം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി കറി ചൂടാവാനായി നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. കറി ഇവിടെ ചൂടായി വരുന്നുണ്ട്. തിളയ്ക്കാൻ പാടില്ല. തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്തുകൊണ്ട് കറി തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നെക്സ്റ്റ് കറിയിലേക്കുള്ള കടുക് വറക്കാനായി ഒരു കടായി വെക്കുക. കടായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ആഡ് ചെയ്യാവുന്നതാണ്. നെയ്യിൽ വറുത്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 വറ്റൽമുളക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. കടുക് വറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്ക് പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് വറുത്തതെല്ലാം പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നെയ്യിൽ കടുക് വറുത്തുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഈ കറിക്ക്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ലഭിക്കുന്നത്. ഇതെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ സദ്യ സ്പെഷ്യൽ പരിപ്പറി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്